Hi everybody, once again welcome back to another video session of MTM College. Myself I am Muhammad Fasil from Department of Commerce. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൗച്ചർ എന്താണെന്നും വൗച്ചിങ് എന്താണെന്നും വൗച്ചറുകളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ വൗച്ചറുകൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കുന്ന പ്രത്യേകതകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൗച്ചിങ് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ട്രാൻസാക്ഷൻസിൻ്റെ ഓതൻറ്റിസിറ്റിയും ആക്യുറസിയും അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റിയും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസിൻ്റെ ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും ഡോക്യുമെൻ്ററി എവിഡൻസുകളെ സംബന്ധിച്ചൊരു പരിശോധനയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. വൗച്ചിങ് എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ തന്നെ ബാക്ക് ബോണാണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ വൗച്ചിങ്ങിൽ ഒരു ഓഡിറ്റർ വൗച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർ വൗച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡിൽ പോകാൻ വളരെ സിമ്പിളായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് ആൾ വൗച്ചേഴ്സ് ആർ കോൺസിക്വൻ്റ്ലി നമ്പേർഡ് അറേഞ്ച്ഡ് സീരിയൽ ഫൈൽഡ് ഇൻ ദ ഓർഡർ ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അല്ല, വൗച്ചറുകൾ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, അല്ല കോൺസിക്വൻ്റ്ലി ഓർഡേർഡ്, അല്ലെ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സീരിയലി നമ്പേർഡ്, അല്ലെ സീരിയലായിട്ട് നമ്പർ ചെയ്തിട്ടുണ്ട്, അല്ലെ ഒന്നിന് ശേഷം 2, 2ന് ശേഷം 3 എന്ന നിലക്ക് സീരിയലായിട്ട് നമ്പർ ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രി നടത്തിയിട്ടുള്ള അതേ ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതും എന്നും ഓഡിറ്റർ പരിശോധിക്കേണ്ടതാണ്. അല്ല, കോൺസിക്വൻ്റ്ലി ഓർഡേർഡ് ആണ്, സീരിയലി നമ്പേർഡ് ആണ്, അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രീസിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് വൗച്ചറുകൾ ഉള്ളത് എന്നും അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. ഇനി പറയുന്നത് ഹി ഷുഡ് എക്സാമിൻ ദ ഡേറ്റ് ഓഫ് വൗച്ചർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ വൗച്ചേഴ്സ് ആർ റിലേറ്റഡ് ടു ദ പീരീഡ് അണ്ടർ ഓഡിറ്റ്. അല്ലെ, വൗച്ചേഴ്സിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് ഓഡിറ്റർ പരിശോധിക്കണം. അത് ഇതേ വർഷത്തെ തന്നെ നമ്മൾ ഓഡിറ്റ് നടത്തുന്ന വർഷത്തെ തന്നെ വൗച്ചറുകളാണ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് മുൻ വർഷങ്ങളിലെ വൗച്ചറുകളൊന്നും എടുത്തിട്ട് ഈ വർഷം ട്രാൻസാക്ഷൻസ് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് അയാൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അല്ല, അത് പ്രത്യേകം പറയാൻ കാരണം പല സ്ഥാപനങ്ങളും അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ നടത്തപ്പെടാറുണ്ട്, അല്ലേ. അപ്പോൾ ഈ വർഷത്തെ ട്രാൻസാക്ഷൻസ് തന്നെയാണ് വൗച്ചറുകൾ വെച്ച് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. അതുപോലെ he should see that the entries in the books of accounts bear the same number as given in the voucher. അല്ലെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രികളിൽ നരേഷനായിട്ട് കൊടുത്തിട്ടുള്ള അതേ നമ്പറുകളിലുള്ള വൗച്ചറുകൾ തന്നെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രി നടത്തുമ്പോൾ ഓരോ ജേണൽ എൻട്രിക്കും നരേഷൻ ഉണ്ടാവും. നരേഷനിൽ വൗച്ചറുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, അല്ലെ വൗച്ചർ നമ്പറും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൽ പറയുന്ന അതേ വൗച്ചറുകൾ തന്നെയാണ് ട്രാൻസാക്ഷൻസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്ന് ഓഡിറ്റർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഹി ഷുഡ് സീ ദാറ്റ് ദ ഇൻഫർമേഷൻ ദ വൗച്ചർ ഈസ് ഫുള്ളി സെൽഫ് എക്സ്പ്ലനേറ്ററി. അല്ലെ, വൗച്ചറുകളിലുള്ള വൗച്ചറുകൾ ഫുള്ളി സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. ഒരു വൗച്ചറിന് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും പറയാൻ വേണ്ടി കഴിയണം. അല്ലെ, ഇപ്പോൾ ഒരു ഇൻവോയ്സ് ആണെങ്കിൽ എത്ര രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തത്, അതുപോലെ തന്നെ ഏതൊക്കെ സാധനങ്ങളാണ്, ഓരോന്നിൻ്റെയും റേറ്റ് എത്രയാണ്, ഓരോന്നിൻ്റെയും ഡിസ്കൗണ്ട് എത്രയാണ്, ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഏത് ഡേറ്റിലാണ് പർച്ചേസ് ചെയ്തത്, അല്ലെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വൗച്ചറിന് പറയാൻ വേണ്ടി കഴിയണം. വൗച്ചേഴ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് എന്ന് അദ്ദേഹം പരിശോധിക്കണം. അതുപോലെ ഹി ഷുഡ് സീ ദാറ്റ് ദ വൗച്ചർ ഈസ് റിലേറ്റഡ് ടു ദ ബിസിനസ് ഇൻ ദ നെയിം ഓഫ് ദ ഫേം. അല്ലെ, ഫേമിൻ്റെ പേരിൽ തന്നെയാണ് വൗച്ചറുകൾ നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. വൗച്ചറുകൾ നൽകപ്പെട്ടുള്ളത് ഫേമിൻ്റെ അതേ പേരിൽ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ നിന്നൊരു ഒരു ബിസിനസ്സിന് വേണ്ടി സാധനം വാങ്ങിയാൽ ആ വൗച്ചർ അതിൻ്റെ ബില്ലായിട്ടുള്ള വൗച്ചർ എഴുതേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ എഴുതിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ വേറെ ആരോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയ സാധനം നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ബുക്ക് ചെയ്യുന്ന പോലെ ആവും. അല്ലേ, നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ പേരിൽ തന്നെ ആ വൗച്ചർ എഴുതണം. അല്ലേ, ഇപ്പോൾ MTM കോളേജിലേക്ക് ഒരു പെട്ടി ചോക്ക വാങ്ങുകയാണെങ്കിൽ ആ ബില്ലിൽ MTM കോളേജ് എന്ന് കൃത്യമായിട്ട് എഴുതണം. അല്ലേ,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് ചോക്ക് വാങ്ങി ബില്ല് ഇവിടെയും ബുക്ക് ചെയ്യാനും മതിയല്ലോ. അപ്പോൾ നോക്കിയാൽ അപ്പോൾ അടുത്തായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഹി ഷുഡ് സീ ദാറ്റ് ഈച്ച് വൗച്ചർ ഈസ് ഒറിജിനൽ അറ്റ് ഇറ്റ്സ് ഫേസ്. ഓരോ വൗച്ചറും ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ വൗച്ചർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എങ്ങാനും ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ഉണ്ടെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം, എന്തുകൊണ്ട് ഒറിജിനൽ വൗച്ചർ വെക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം. അത് ഹി ഷുഡ് സീ ദാറ്റ് എവരി വൗച്ചർ ഓഫ് എബോവ് 5,000 ബിയർ എ റവന്യൂ സ്റ്റാമ്പ് ഓഫ് ₹1 അല്ലെ. 5,000 രൂപക്ക് മുകളിലുള്ള ഓരോ വൗച്ചറിൻ്റെയും മേലെ ₹1 റവന്യൂ സ്റ്റാമ്പ് ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ല, 5,000 രൂപക്ക് മുകളിലുള്ള ഓരോ വൗച്ചറിൻ്റെയും മേലെ ₹1 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം എന്നുള്ളത് നിയമപരമായി നിർബന്ധമാണ്. അടുത്തായിട്ട് പറഞ്ഞു ഹി ഷുഡ് സീ ദാറ്റ് എവരി വൗച്ചർ ഈസ് പാസ്ഡ് ഇൻ ദ ഓർഡർ ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. ഓരോ വൗച്ചറും ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യലാൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഓതറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ വൗച്ചറും റെസ്പോൺസിബിൾ ഒഫീഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. അടുത്തായിട്ട് വൗച്ചർ ഇൻസ്പെക്റ്റഡ് ഷുഡ് ബി ക്യാൻസൽഡ് ബൈ എ സ്റ്റാമ്പ് സീൽ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം പ്രൊഡ്യൂസിങ് എഗെയിൻ. അതായത് ഇൻസ്പെക്ട് ചെയ്ത ഓരോ വൗച്ചറും അല്ലേ, ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള നമ്മൾ പരിശോധിച്ച ഓരോ വൗച്ചറും, ഓഡിറ്റർ പരിശോധിച്ച ഓരോ വൗച്ചറും ഒരു സ്റ്റാമ്പ് വെച്ചിട്ട്, ഒരു സ്റ്റാമ്പ് സീൽ വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതായത് പെയ്ഡ് അല്ലെങ്കിൽ ചെക്ക്ഡ് എന്നൊക്കെ തുടങ്ങിയ സ്റ്റാമ്പുകൾ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യണം. കാരണം അടുത്ത വർഷം ഇതിലെന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ട്, ഈ വൗച്ചറിൽ എന്തെങ്കിലും അതിൻ്റെ ഡേറ്റിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ട് അടുത്ത വർഷം അതേ എക്സ്പെൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടത്. അല്ല, അങ്ങനെ ഒരു സ്റ്റാമ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് അല്ലേ, ഇതേ എക്സ്പെൻസ് തന്നെ അടുത്ത കൊല്ലം കൊണ്ടുവന്ന് ഫേക്കായിട്ട് ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ ഹീ ഷുഡ് സീ ദാറ്റ് ദ എമൗണ്ട് ഓഫ് വൗച്ചർ ഈസ് റിട്ടൺ ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. അല്ലേ, വൗച്ചറിൻ്റെ എമൗണ്ട്, വൗച്ചറിൽ പറയുന്ന എമൗണ്ട് വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലേ, ഫിഗേഴ്സിൽ മാത്രം എഴുതിയതാണ് എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലേ, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 4,500 എന്നുള്ളത് 45,000 ആക്കാൻ ജസ്റ്റ് ഒരു 0 മാത്രം ചേർത്താൽ മതി. അതേസമയം അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വേർഡ്സിൽ കൂടി എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൃത്രിമം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അല്ലേ, അപ്പോൾ വേർഡ്സിലും ഫിഗേഴ്സിലും ഒരേപോലെ എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ആക്സെപ്റ്റ് എനി വൗച്ചർ വിച്ച് ഹാസ് ഓവർ റൈറ്റിംഗ് ഓർ ഇറേഷർ. അല്ലേ, വെട്ടിയിട്ട് മുകളിൽ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും മായ്ക്കുക, അങ്ങനത്തെ അത്തരത്തിലുള്ള വൗച്ചറുകളൊന്നും ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യാനേ പാടില്ല. അല്ലേ, എന്തെങ്കിലും ഓവർ റൈറ്റിങ്ങോ ഇറേഷറോ ഉള്ള വൈറ്റ്നർ കൊണ്ട് ഇറേസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള വൗച്ചറുകൾ അതിൻ്റെ ഓതൻറ്റിസിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള വൗച്ചറുകൾ ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യുകയേ അരുത്. അതുപോലെ തന്നെ ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് എനി ആൾട്രേഷൻ മെയ്ഡ് ഇൻ ദ വൗച്ചർ ഈസ് പ്രോപ്പർലി സൈൻഡ് ബൈ ദ മേക്കർ ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. ഏതെങ്കിലും വൗച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൾട്രേഷൻ ഉണ്ടെങ്കിൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അധികാരപ്പെട്ട വ്യക്തി അത് അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ല, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെക്കിൻ്റെ മേക്കർ തന്നെ അതിലെന്ത് ചെയ്യണം, അതിൽ കൗണ്ടർ സൈൻ ചെയ്യണം. അല്ല, അതേപോലെ മേക്കർ തന്നെ കൗണ്ടർ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി കൗണ്ടർ സൈൻ ചെയ്തിട്ടുണ്ടാവണം അത്തരത്തിൽ എന്തെങ്കിലും ആൾട്രേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ നോക്കിയാൽ ഇഫ് ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ഈസ് മിസ്സിംഗ് വൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്ക്രൂട്ടിനൈസ്ഡ് ടു അവോയ്ഡ് ഫ്രോഡ്. അല്ല, എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ പ്രോപ്പറായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യുക, സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫ്രോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ലിസ്റ്റ് ഓഫ് മിസ്സിംഗ് വൗച്ചർ ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് എക്സ്പ്ലനേഷൻ ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ക്ലയൻറ്റ്. മിസ്സിംഗ് വൗച്ചറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് ക്ലയൻറ്റിൽ നിന്ന് എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യേണ്ടതാണ്, ഓഡിറ്റർ ആരായേണ്ടതാണ്. അല്ല, അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്
ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ല ഈ വൗച്ചിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.